ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചത്, അതുപോലെ തന്നെ ബീൻസ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, സവാള, 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ അരമുറി തേങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നല്ല രീതിയിൽ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കറിൽ ഒരു 4 വിസിൽ വരണ വരേക്ക് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് നല്ല രീതിയിൽ വഴറ്റി വരുമ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാള നല്ല രീതിയിലൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 പച്ചമുളക് കീറിയതും അതിലിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ സവാള നല്ല രീതിയിലൊന്ന് വഴറ്റുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റുക. നല്ല രീതിയിൽ അതൊന്ന് വഴറ്റി വന്ന ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഈ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ല രീതിയിലൊന്ന് യോജിപ്പിക്കുക. നല്ല രീതിയിൽ ആ വെജിറ്റബിൾസ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മിക്സിയിൽ നമ്മൾ തേങ്ങയും പെരിഞ്ജീരകവും അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിക്കുക. ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ അതൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ലേശം ഗരം മസാല ഇട്ട് കൊടുത്ത് തയ്യാറാക്കാം. നല്ല രീതിയിലൊരു വെജിറ്റബിൾ കുറുമയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്